പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ ആഗോളതലത്തിൽ ഇന്ധന വിതരണ ശൃംഖലയെ വലിയ രീതിയിൽ ബാധിച്ചിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ ഇറക്കുമതി രാജ്യങ്ങളിലൊന്നായ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചെങ്കടലിലെയും ഹോർമുസ് കടലിടുക്കിലെയും ഓരോ ചലനവും നിർണായകമാണ്. ഇറാൻ-ഇസ്രയേൽ പോരാട്ടം കനത്തതോടെ അന്താരാഷ്ട്ര വിപണിയിൽ LNG വിതരണം മന്ദഗതിയിലായി. ഈ പ്രതിസന്ധി ആഭ്യന്തര വിപണിയിൽ LPG ക്ഷാമത്തിന് കാരണമാകാതിരിക്കാൻ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ധന ലഭ്യതയിലെ കുറവ് മുതലെടുത്ത് ചില കേന്ദ്രങ്ങൾ പൂഴ്ത്തിവെപ്പിനും കരിഞ്ചന്തയ്ക്ക് മുതിരാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ ആവശ്യവസ്തു നിയമം നടപ്പിലാക്കി. ഈ നിയമപ്രകാരം LNG വിതരണത്തിൽ തടസ്സമുണ്ടാകുന്നതോ കൃത്രിമക്ഷാമം സൃഷ്ടിക്കുന്നതോ ആയ നീക്കങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ അധികൃതർക്ക് അധികാരമുണ്ട്. ഇന്ധന വിതരണ ശൃംഖല പൂർണ്ണമായും സർക്കാരിന്റെ നിരീക്ഷണത്തിന് കീഴിലാകുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. ഇറക്കുമതിയിലുണ്ടായ കുറവ് പരിഹരിക്കാൻ ആഭ്യന്തരമായി ഉൽപ്പാദനം കൂട്ടുക എന്നതാണ് ഏക പോംവഴിയും. ഇതിനായി രാജ്യത്തെ എണ്ണ ശുദ്ധീകരണശാലകൾക്കും പെട്രോകെമിക്കൽ യൂണിറ്റുകൾക്കും മന്ത്രാലയം പ്രത്യേക നിർദ്ദേശം നൽകി. വ്യവസായ ആവശ്യങ്ങൾക്കായി മാറ്റിവെച്ചിരിക്കുന്ന ഹൈഡ്രോ കാർബൺ സ്രോതസ്സുകൾ LPG നിർമ്മാണത്തിലേക്ക് തിരിച്ചുവിടാൻ ശുദ്ധീകരണശാലകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ അധികമായി ഉൽപ്പാദിപ്പിക്കുന്ന പാചകവാതകം ആഭ്യന്തര ആവശ്യങ്ങൾക്കായി മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് സർക്കാർ കർശനമായി നിർദ്ദേശിച്ചു. കയറ്റുമതിക്ക് താൽക്കാലികമായി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തെ സാധാരണക്കാരുടെ ആവശ്യങ്ങൾക്കാണ് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നത്. ലഭ്യമായ വാതകം എങ്ങനെയൊക്കെ വിനിയോഗിക്കണം എന്നതിനെക്കുറിച്ച് കേന്ദ്രം വ്യക്തമായ മാർഗരേഖ പുറത്തിറക്കി. ഓരോ മേഖലയ്ക്കും അവരുടെ മുൻകാല ഉപയോഗത്തിന്റെ നിശ്ചിത ശതമാനം മാത്രമേ ഇപ്പോൾ അനുവദിക്കും. കൃഷിയെ ബാധിക്കാതിരിക്കാൻ രാസവള നിർമ്മാണ മേഖലയ്ക്ക് കഴിഞ്ഞ 6 മാസത്തെ ശരാശരി ഉപയോഗത്തിന്റെ 70% വാതകം ലഭ്യമാകും. ഗ്യാസ് ഗ്രിഡ് വഴി വാതകം ഉപയോഗിക്കുന്ന ചെറുകിട വൻകിട വ്യവസായ ഉപഭോക്താക്കൾക്ക് ശരാശരി ഉപഭോഗത്തിന്റെ 80% വാതകം വിതരണക്കാർ ഉറപ്പാക്കണം. വീടുകളിലും ചെറുകിട വാണിജ്യ സ്ഥാപനങ്ങളിലും പൈപ്പ് വഴി ഗ്യാസ് എത്തുന്ന മേഖലകളിലും 80% വിതരണം ഉറപ്പാക്കാൻ നിർദ്ദേശമുണ്ട്. എണ്ണ ശുദ്ധീകരണശാലകൾ സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഗ്യാസ് വിഹിതം 65% കുറയ്ക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടു. ഇതുവഴി ലഭിക്കുന്ന ഗ്യാസ് പൊതുവിപണിയിലേക്ക് ലഭ്യമാകും. സാധാരണ ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ മാറ്റം LPG സിലിണ്ടർ ബുക്കിംഗിലാണ് വരുത്തിയിരിക്കുന്നത്. LPG സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നത് ഇനി മുതൽ 25 ദിവസത്തെ ഇടവേള നിർബന്ധമാക്കി. അതായത് ഒരു സിലിണ്ടർ ലഭിച്ച് 25 ദിവസം കഴിയാതെ അടുത്ത ബുക്കിംഗ് നടത്താൻ കഴിയില്ല. പാനിക് ബുക്കിംഗ് ഒഴിവാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ക്ഷാമം വരുമെന്ന പേടിയിൽ ആളുകൾ സിലിണ്ടറുകൾ വാങ്ങിക്കൂട്ടുന്നത് തടയാനും ഉള്ള സ്റ്റോക്ക് എല്ലാം ഉപഭോക്താക്കൾക്കും ഒരുപോലെ ലഭ്യമാക്കാനും ഈ നിയന്ത്രണം സഹായിക്കും. LPG ഉൽപ്പാദകർ, ഇറക്കുമതിക്കാർ, വിതരണക്കാർ എന്നിവരോട് തങ്ങളുടെ ശേഖരണത്തെക്കുറിച്ചുള്ള കൃത്യമായ കണക്കുകൾ കൃത്യസമയത്ത് സർക്കാരിനെ അറിയിക്കാൻ നിർദ്ദേശിച്ചു. എത്രത്തോളം ഗ്യാസ് സ്റ്റോക്കുകൾ ഉണ്ട്, എത്ര ഇറക്കുമതി ചെയ്തു, ആരൊക്കെയാണ് പ്രധാന ഉപഭോക്താക്കൾ തുടങ്ങിയ വിവരങ്ങൾ ഗവൺമെന്റ് വെബ്സൈറ്റുകളിലോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കോ നൽകണം. വിവരങ്ങൾ മറച്ചുവെക്കുന്നവർക്കെതിരെ ക്രിമിനൽ നടപടികൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ പെട്ടെന്ന് അവസാനിക്കില്ലെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. ഇന്ധന വിതരണത്തിലെ ഭൗമരാഷ്ട്രീയ തടസ്സങ്ങളും LPGയുടെ ലഭ്യതയിലെ വെല്ലുവിളികളും കണക്കിലെടുത്താണ് ഈ കടുത്ത നടപടികൾ. മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തു. ഇറാൻ-ഇസ്രയേൽ സംഘർഷം മൂലം എണ്ണക്കപ്പലുകളുടെയും ഇൻഷുറൻസ് തുക വർദ്ധിച്ചതും ചരക്ക് നീക്കം തടസ്സപ്പെട്ടതും ആഗോളതലത്തിൽ വിലവർദ്ധനവിനും കാരണമായിട്ടുണ്ട്. എന്നാൽ ഉൽപ്പാദനം കൂട്ടി വിലക്കയറ്റം നിയന്ത്രിക്കാനാണ് ഇന്ത്യയുടെ ശ്രമം. രാജ്യത്തെ പാചകവാതക വിതരണം സുഗമമാക്കാൻ സർക്കാർ എല്ലാവിധ മുൻകരുതലുകളും എടുത്തു കഴിഞ്ഞു. 25 ദിവസത്തെ ബുക്കിംഗ് ഇടവേളയും ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശവും താൽക്കാലിക പ്രതിസന്ധിയെ നേരിടാൻ സഹായകമാകും. പൂഴ്ത്തിവെപ്പ് തടയുന്നതിലൂടെ സാധാരണക്കാർക്ക് അമിതവില നൽകാതെ ഇന്ധനം ലഭിക്കുമെന്ന് ഉറപ്പാക്കാൻ സാധിക്കും. എങ്കിലും ആഗോള സാഹചര്യം മാറുന്നതനുസരിച്ച് ഇന്ധന ഉപയോഗത്തിൽ ജനങ്ങൾ മിതത്വം പാലിക്കേണ്ടത് അത്യാവശ്യമാണെന്ന സന്ദേശമാണ് ഈ നിയന്ത്രണങ്ങളിലൂടെ കേന്ദ്രം നൽകുന്നത്.